നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ മായം ചേർക്കാനും സംഘശ്രമങ്ങൾ. ISRO സ്ഥാപിച്ച ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പരിശ്രമങ്ങളെ തിരുത്താൻ വിക്കിപീഡിയയിൽ വരെ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് സംഘമിത്രങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപഗ്രഹവേദ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ISROയുടെ വിക്കിപീഡിയ പേജിൽ വ്യാപക തിരുത്തലുകൾ നടക്കുന്നത്. ISRO സ്ഥാപിക്കാൻ ജവഹർലാൽ നെഹ്റു ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തിന്റെ പേര് കാണുന്നിടത്തു നിന്നെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സംഖ്യകൾ. ISRO നടത്തിയ പരീക്ഷണ വിജയത്തെ BJP രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ വ്യാപക വിമർശനമുയർന്നിരുന്നു. ISRO സ്ഥാപിച്ച നെഹ്റുവിന് നന്ദി പറയാതെയുള്ള BJPയുടെ നിലപാടിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ 1964 മരിച്ച നെഹ്റു 1969 ISRO എങ്ങനെ സ്ഥാപിച്ചു എന്ന ചോദ്യമാണ് BJP IT സെൽ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചത്. ചരിത്ര സത്യങ്ങളെ വരെ എങ്ങനെയെങ്കിലും മറച്ചുപിടിക്കാനുള്ള ഇത്തരത്തിലുള്ള ഗൂഢനീക്കങ്ങൾ പരിതാപകരമാണ്. 1969 ഓഗസ്റ്റ് 15 ബംഗളൂരു ആസ്ഥാനമായാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. വിക്രം സാരാഭായി ആയിരുന്നു ആദ്യ ഡയറക്ടർ. 1961 ജവഹർലാൽ നെഹ്റു ബഹിരാകാശ വകുപ്പിന്റെ ചുമതല ഇന്ത്യൻ ആണവോർജ വകുപ്പിന് കൈമാറി. 1962 വിക്രം സാരാഭായിയെ ഡയറക്ടറാക്കി ഇൻകോസ്പാർ അഥവാ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന സമിതി രൂപീകരിച്ചു. ഇൻകോസ്പാർ 63 നവംബർ 21 തുമ്പയിൽ നിന്നും ആദ്യ റോക്കറ്റ് വിക്ഷേപിക്കുകയും ചെയ്തു. തുമ്പയിലെ ലോഞ്ച് പാഡിൽ നിന്നും ആദ്യ റോക്കറ്റും വിക്ഷേപിച്ച ഒരു വർഷത്തിനു ശേഷം 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു അന്തരിച്ചത്. ഈ ഇൻകോസ്പർ ആണ് പിന്നീട് ISRO ആയി പരിണമിച്ചത്. ബഹിരാകാശ വകുപ്പിന് രൂപം നൽകിയ കേന്ദ്ര സർക്കാർ പിന്നീട് ISROയെ ആ വകുപ്പിന് കീഴിലാക്കി. നിലവിൽ 50ഓളം തവണയാണ് ISROയുടെ വിക്കിപീഡിയ സൈറ്റിൽ തിരുത്തലുകൾ നടത്തിയിരിക്കുന്നത്. രാജ്യ ചരിത്രത്തിൽ നിന്ന് തന്നെ രാജ്യം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയെയും അദ്ദേഹത്തിന്റെ സംഭാവനകളെയും പൊളിച്ചു നീക്കാൻ നോക്കുമ്പോൾ പൊതുജനം കഴുതയല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി പോലും ഇവർക്കൊന്നുമില്ല എന്ന് അറിയുന്നതാണ് വിരോധാഭാസം.